താൻ ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും തന്നെ ആരും കളിപ്പാവയാക്കി മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കേണ്ടെന്നും ഏതർത്ഥത്തിലാണ്, ഏതൊരു കോണ്ടക്സ്റ്റിലാണ് സുപ്രീം കോടതി ജസ്റ്റിസ് അങ്ങനെ പറഞ്ഞത്? വളരെ നാളുകളായി അദ്ദേഹത്തെ മൂടിക്കെട്ടാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ സംഘപരിവാർ സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന നീക്കങ്ങളുണ്ട്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട വിഷയം അതൊരു ഉമ്മിത്തി പോലെ കത്തിപ്പുകയായിരുന്നു. നമുക്കറിയാമല്ലോ, അതിന്റെ പേരിലാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പോലും രാജിവെച്ച് സ്ഥാനം വലിച്ചെറിഞ്ഞ് പോയത്. പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല, അദ്ദേഹത്തെ ആരും ഇന്റർവ്യൂ എടുത്തിട്ടില്ല. അദ്ദേഹം തിരിച്ചു വരും, മാധ്യമങ്ങളോട് വിശദീകരണം നടത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചവരുടെ സകല കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം മൗനവ്രതത്തിലാണ് എന്നുള്ളത് ഏറ്റവും ഭയാനകമാണ്. കാരണം ഈ രാജ്യത്തെ എക്സിക്യൂട്ടീവ് ഹെഡ് ആയിട്ടുള്ള രാഷ്ട്രപതി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം രണ്ടാമത്തെ പൗരൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയുടെ സ്ഥാനമാനങ്ങൾ എല്ലാം വെച്ചെറിഞ്ഞു പോകണമെങ്കിൽ എന്തുമാത്രം മനസ്സിന് തട്ടലുണ്ടാകുന്ന, അതല്ലെങ്കിൽ മാനസികമായി തളർത്തുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാകാം. ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ ഭീഷണിയുടെ സ്വരം RSS മുഴക്കി എന്നുള്ള അഭിപ്രായവും പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇതേപ്പറ്റി കൃത്യമായി മാധ്യമങ്ങളോട് വിശദീകരണം നടത്തിയതാണ്. ആ മനുഷ്യന്റെ ജീവന് ആപത്താണ് എന്നും, ഞങ്ങൾക്ക് അദ്ദേഹം ആ സ്ഥാനത്തിരുന്നപ്പോൾ പല കാര്യങ്ങളിലും എതിർപ്പുണ്ടായിരുന്നു. കാരണം RSSന്റെ മൗത്ത് പീസായി, അതായത് വക്താവായാണ് അദ്ദേഹം സംസാരിച്ചതെന്നും. എന്നാൽ ഇപ്പോൾ ഭയം തോന്നുകയാണ്. ജനാധിപത്യത്തിന്റെ മഹത്വം നശിപ്പിക്കാൻ, പിച്ചു ചീന്താൻ ഏതറ്റം വരെ നരേന്ദ്രമോദിയും മന്ത്രിസഭയും നീങ്ങും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണെന്നും പറഞ്ഞു. ഈ വിഷയം സുപ്രീം കോടതിയും ചർച്ച ചെയ്യുന്നതാണ്. നമുക്കറിയാം, സുപ്രീം കോടതിയും രാഷ്ട്രപതിയും തമ്മിലുള്ള പോർവിളി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എനിക്കാണ് പരമാധികാരം എന്ന് പറഞ്ഞ് രാഷ്ട്രപതി ചീപ്പ് ഡേർട്ടി പൊളിറ്റിക്സ് കളിച്ചതുമായി ബന്ധപ്പെട്ട കാര്യവും ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിക്ക് ചില വിഷയങ്ങളിൽ അധികാരമില്ല എന്നതും, അധികാരം നിലവിൽ രാഷ്ട്രപതിയെ കൊണ്ട് തന്നെ ഓർഡിനൻസ് രൂപേണ വെട്ടിച്ചുരുക്കാനുള്ള തീവ്രമായ ശ്രമം നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ത്യ പോലൊരു മഹനീയമായ രാജ്യത്ത് അതിന്റെ പ്രാധാന്യം ഭരണഘടനയിലാണ് എന്നത് ഇരിക്കെ അതിന്റെ അന്തസ്സത്തെ നശിപ്പിക്കാൻ ഏതൊക്കെ കള്ളക്കളി കളിച്ചാലും അത് തടയുക തന്നെ ചെയ്യും. അതിനാണ് കസ്റ്റോഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ, ഭരണഘടനയുടെ കാവലാൾ എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇരിക്കുന്നത് തന്നെ. അപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഇപ്പോൾ വീണ്ടും പ്രസക്തമായി വരുന്നത്.